എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മാത്രമല്ല സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പൊടിയിൽ അതാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് തൈരോ അല്ലെങ്കിൽ ദോശമാവോ ആണ്. ഞാനിവിടെ 1/2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ബാക്കി വന്ന പുളിച്ച ദോശമാവുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ദോശമാവിന് പകരം 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. ഞാനിവിടെ ഒരു 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇടുക. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഒരു ചെറിയ പിടി മല്ലിയില ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിനെ ഒരു ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. മൊത്തത്തിലൊരു 2.25 കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ ആ മാവ് നമ്മൾ നന്നായി തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത്. ഒരു ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാനൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു കുഴിയുള്ള ചീനച്ചട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറേ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഓയിൽ മതിയാവും. ഈ പലഹാരം കൂടുതൽ ഓയിൽ എടുക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതുപോലെ ഈ ഒരു പലഹാരത്തിൻ്റെ മുകളിലേക്ക് ഓയിലിങ്ങനെ തേവി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല നാളികേര ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല 4 മണിക്ക് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പ്ലീസ്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.